അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ സാധാരണ തലാക്ക് ചെല്ലൊരു കാര്യ തലാക്ക് ആണ് പെണ്ണ് വിട്ടുവരുന്നത് ഫിറാക്കാവുന്നത് വ്യാപകമായിട്ടുള്ള ഒരു കാലഘട്ടമായിട്ട് മുഞ്ഞാനത്തെ പോലെ മങ്ങിലായിട്ട് കുറേ നാൾ കേൾക്കുമ്പോൾ അങ്ങനെ ഡൈവേഴ്സ് ആയാറ് തലാക്കായാറ് എൻ്റെ യുവസമൂഹത്തിൽ പുതിയ മങ്ങിലായ ആണ് പെണ്ണ് തലാക്ക് ചെല്ലതൊരു കലി പോലെ ആയിട്ട് മങ്ങിലായിട്ട് കുറേ നാളാകുമ്പോൾ നക്കവന് വേണ്ടാണ്ട്. വാസ്തവത്തിൽ ഇസ്ലാം ഇതിനെ തീവ്രമായിട്ട് അതിനെ ഖണ്ഡിച്ചത്. ഇസ്ലാം ഒരിക്കലും ആണ് പെണ്ണ് അങ്ങ് മങ്ങിലായാൽ പിന്നൊക്കെ തലാക്കായിട്ട് അങ്ങ് ഫിറാക്കാവുള്ളത് ഇസ്ലാം ഒരിക്കലും ഇഷ്ടപ്പെടില്ല, അതിനെ പ്രോത്സാഹിച്ചില്ല. അബോലുൽ ഹലാലി ഇലല്ലാഹി തലാക്ക് ചെല്ലത് അള്ളാഹു ഏറ്റവും ദ്വേഷമുള്ള ഒരു ഹലാലായ കാര്യമാണ്. തലാക്ക് ഹലാലായിട്ടിക്കട് അനുമോദനീയായിട്ടിക്കടായെങ്കിൽ അത് അള്ളാഹു ഒരു ദ്വേഷമുള്ളൊരു കാര്യമായിട്ടിക്കട്. അള്ളാഹു ഒരിക്കലും അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇന്നത്തെ യുവസമൂഹം അതൊന്നും മനസ്സിലാക്കാണ്ട് ചെറിയ വിഷയത്തിൽ ക്ഷുല്ലക്കമായ വിഷയത്തിൽ വിരസമുണ്ടാക്കിയിട്ട് അത് തലാക്കിലേക്ക് എത്തുന്നത് കാണുമ്പോൾ കാര്യം ഭയങ്കര ബേജാറാവും. നോക്കൂ, പരിശുദ്ധമായ ഇസ്ലാം ഈ ദൃഷ്ടിയിൽ ഒരുപാട് കാര്യം നമുക്ക് പരിപാടിത്തണ്ട്. അള്ളാഹു ഏറ്റവും ദ്വേഷമുള്ള ഒരു ഹലാലായ കാര്യം, പക്ഷേ ഇബ്ലീസ് അത് ഭയങ്കര പിർസത്വ കാര്യമായിട്ട് കിട്ടും. ഇമാം മുസ്ലിം ജാബിർ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണും, ഇന്ന ഇബ്ലീസ് യളൗ അർശഹു അലൽ മായി. ഇബ്ലീസ് തൻ്റെ സിംഹാസനത്തെ അവൻ തന്നിൻ്റെ മേലെ സ്ഥാപിച്ചിട്ടിക്കട. അവൻ്റെ സിംഹാസനം തന്നിൻ്റെ മേലായിട്ടിക്കട ഉണ്ടാക്കിയിട്ട് സുമ്മ യബഅസു സറായാഹു. ഇബ്ലീസ് ഓരോ നാളിലും തൻ്റെ സൈന്യത്തെ അവൻ്റെ ഇബ്ലീസിൻ്റെ കുഞ്ഞുങ്ങളെ അവൻ മനുഷ്യന്മാരെ തെറുത്തപ്പാട്ടും മനുഷ്യന്മാരെ ദോഷം ചെയ്യിപ്പിക്കും ഓരോ നാളും കടത്തുക. അപ്പോൾ ഓരോ മനുഷ്യന്മാരിലേക്കും ഇബ്ലീസിലെ സൈന്യങ്ങൾ ഉണ്ട്. ഫഅദ്നാഹും മിൻഹു മൻസിലത്തൻ അഅലമുഹും ഫിത്ന. ആ സൈന്യത്തെ കൂട്ടത്തിൽ ഇബ്ലീസിലെ ആ കുഞ്ഞിനെ കൂട്ടത്തിൽ ഏറ്റവും ഇബ്ലീസിലേക്ക് അടുത്ത ആൾ, ആ കൂട്ടത്തിൽ ജനങ്ങളെ ചെറുത്തപ്പാട്ടുന്ന ആൾമാർ, ജനങ്ങളെ ഫിത്നാക്കുന്ന ആൾമാർ, ജനങ്ങളെ ദോഷം ചെയ്യപ്പാട്ടുന്ന ആൾമാർ, ആറ് മനുഷ്യന്മാരെ കൊണ്ട് ദോഷം ചെയ്യപ്പാട്ടുന്ന അങ്ങനത്തെ ഇബ്ലീസിൻ്റെ കുഞ്ഞായിരിക്കും. ഇബ്ലീസ്ക്ക് ഇബ്ലീസിലോട്ട് അടുത്ത ആളുണ്ട്. യജു അഹദുഹും ഫയഖൂലു ഫഅൽതു കഥ വ കഥ. ഓരോ നാളിലും ഇബ്ലീസിലെ കുഞ്ഞുങ്ങൾ വന്നിട്ട് ഇബ്ലീസിലോട്ട് നാണ് ഇങ്ങനത്തെ കാര്യം ചെയ്യുന്നതിനായിട്ട് വന്നിട്ട് മനുഷ്യന്മാരെ കൊണ്ട് ഇങ്ങനത്തെ ദോഷമാക്കി പാട്ടിനായി ചെന്നിട്ട് ഇബ്ലീസിലോട്ട് വന്നിട്ട് എന്താക്കരുത് കണക്ക് കൊടുക്കും. യഖൂലുമാ സനഅത ഷൈഅൻ. അപ്പോൾ ഇബ്ലീസ് ഈ ഓരോരുത്തർ വന്നിട്ട് നാൻ കള്ളുകുടി പാട്ടിയ മനുഷ്യരെ നാൻ വ്യഭിചരി പാട്ടിയ മനുഷ്യരെ കൊണ്ട് നാൻ കക്ക് പാട്ടിണ്ടെന്ന് ചെല്ലുമ്പോൾ ഇബ്ലീസ് അതൊന്നും വലിയ വിഷയം എന്തല്ല, അത് ആറും ആക്കടാറ്. അങ്ങനെ സുമ്മ യജു അഹദുഹും. എന്നിട്ട് ആ കൂട്ടത്തിൽ, ആ സൈനികന്മാരുടെ കൂട്ടത്തിൽ, ഇബ്ലീസിലെ സൈനികന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ വന്നിട്ട് ചെല്ല്, മാ തറക്തുഹു ഹത്താ ഫറക്തു ബൈനഹു വ ബൈന ഇംറാഅതിഹി. ഇന്നത്തെ നാളിൽ നാൻ ചെയ്ത കാര്യം എന്താ ചെന്നെങ്കിൽ, ഒരു ചന്തത്തിൽ ദാമ്പത്യ ജീവിച്ചുകൊണ്ടിരുന്ന ആണ് പെണ്ണ് മാപ്പിള പെഞ്ഞേരെ ഇടയിൽ ഞാൻ എന്താക്കിയത് ഫിർക്കത്തുണ്ടാക്കിയത്, അങ്ങനെ ഡൈവേഴ്സ് ആക്കിയത്, അങ്ങനെ ഇടയിൽ വിരസം ഉണ്ടാക്കിയിട്ട് അവസാനം മാപ്പിള പെഞ്ഞെ ബേരായിട്ട് ജീവിക്കൊണ്ടുള്ളാറ്. അപ്പായിട്ട് ഫയുദ്നീഹി മിൻഹു. ഇബ്ലീസ് ഭയങ്കര ഫിർസത്തിൽ കൂടെ അവൻ്റെ അടുപ്പിക്കട. എന്നിട്ട് ചെല്ല നിയമഅന്ത ഫയൽതസിമുഹു. നീന് ഭാര്യ ഒരു നല്ല പണി എടുത്തരാ ചെന്നിട്ട് അവൻ്റെ അണക്കി പിടിക്കണം, അവൻ്റെ കൊസിയായിട്ട് ഭാര്യ അവന് കുറവ് ഇനാമ കൊടുക്കണം. അങ്ങനെ ഇബ്ലീസ് ഭാര്യയോട് സന്തോഷത്തെ കാര്യമായിട്ടിക്കട് മാപ്പിള പെഞ്ഞായി ഡൈവോഴ്സ് ആവുള്ളത്. പക്ഷെ അള്ളാഹു ഏറ്റവും ദ്വേഷമുള്ള ഒരു ഹലാലായ കാര്യമായിട്ടിക്കട്. അപ്പോൾ ഇന്നത്തെ കാലത്തിൽ അത് ഒരു സർവേ സാമാന്യമായ ഒരു കാര്യമായ പോലെ കാണും. യുവസമൂഹം പ്രത്യേകിച്ചിട്ടും പുതിയ മങ്ങിലായെല്ലാം നക്കവർ വേണ്ട ചെല്ലതും അവന് ഓല് വേണ്ട ചെല്ലതും ഇതെല്ലാം പഠിപ്പിടെ കുറത്തായിട്ടിക്കട്. അങ്ങൊരു കറക്റ്റായിട്ട് ഗൈഡൻസ് കിട്ടിയിട്ടില്ല. എൻ്റെ പിന്നെ മദ്രസ ഇങ്ങനെ പരിപാടികൾ പിന്നെ ഒരു ശരീഅത്തുക അല്ലെങ്കിൽ
അതുപോലത്തെ എന്തെങ്കിലും രായത്തിലെ വീക്കിലിയ ക്ലാസ് ഇരിക്കുമ്പോൾ ആ ക്ലാസ്സിಗೆ നാളെ പെണ്ണികളൊന്നും ഞങ്ങൾ കടത്തില്ല. അപ്പം എനിക്കത് ಗೊತ್ತಿಲ್ಲ ವಿಷಯ. അതുപോലെ ബാലക്കാർക്ക് രായത്തിൽ ക്ലാസ് ഇക്കടെ ಅದಕ್ಕೂ ഞങ്ങൾ കടത്തില്ല. അതുകൊണ്ടായിട്ട് ഇങ്ങനത്തെ ദുരന്തങ്ങൾ ഉണ്ടാവിടെ. നോക്കൊരു എന്നൊരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലു അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്തു. അയ്യുമംറാത്തിൻ സഅലത്ത് സൗജഹാ ത്വലാഖഹ മിൻ ഗൈരി മാ ബഅസിൻ ഫഹറാമുൻ അലൈഹാ റാഹിയത്തുൽ ജന്ന. എന്തൊരു കാരണം ഇല്ലാണ്ട് ഒരു പെണ്ണ് തൻ്റെ ഭർത്താവിരൊട്ട നീ നക്ക് തലാക്ക് ചെല്ലുണ്ട്, തലാക്ക് കേൾക്കരുത്, അങ്ങനെ കേട്ടിട്ടായെങ്കിൽ ഫഹറാമുൻ അലൈഹാ റാഹിയത്തുൽ ജന്ന, അവൾക്ക് സ്വർഗത്തെ മണം പോലും കിട്ടല്ലാണ്ട്. ഭർത്താവിടെ ഒന്നും തപ്പില്ല, പക്ഷെ ഓൾക്ക് എന്തോ വേറെ ആണ്ടിട്ട ഒരു കലക്ഷനുണ്ട്, അല്ലെങ്കിൽ വേറെന്തോ ഒരു വിഷയത്തിൽ പോലെ എന്താക്കണേ ഭർത്താവിട്ട് നീ തലാക്ക് ചെല്ലുണ്ട് ആഗ്രഹിക്കണത്. അത് മഹാ തപ്പായിട്ടിക്കട്. അത്തരത്തിലുള്ള അഹങ്കാരങ്ങളായ പെണ്ണിക്ക് അള്ളാഹു സ്വർഗത്തെ മണം പോലും കൊടുക്കാനായിട്ട്. അപ്പം ഇങ്ങനത്തത് സഹജമായിട്ട് തന്നെ നടന്നിട്ടുണ്ട്. നല്ല നിലക്ക് മങ്ങലാക്കി കൊടുത്താൽ പിന്നെ ഓല് നോക്കുക മുന്നോട്ട് ഏതോ ഒരു റിലേഷനിൽ ഓല് എന്താക്കടെ തൻ്റെ ഭർത്താവ് ഇപ്പം മങ്ങലാക്കി വന്നതായ ഭർത്താവിടെ ബാൻഡ ചെന്നിട്ട് മുന്നോട്ട് ആലൊട്ട ഓടി പോണ്ടേ. അതുപോലെ ആണും അതേപോലെ ആണും മങ്ങലായാൽ പിന്നെ പെഞ്ഞേരെ വിട്ടിട്ട് വേറെ അങ്ങോട്ട ബന്ധം സ്ഥാപിച്ചിട്ട് അങ്ങുമായിട്ട് അവളുമായിട്ട് പിന്നെ ഏർപ്പെട്ടിട്ട് ഓൾഡ് നെഗ്ലക്റ്റ് ആക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ട് ലാസ്റ്റ് അത് തലാക്ക് സംഭവിക്കടേ. നിന്നെ ഞാൻ തലാക്ക് ചെന്നാൽ ചെല്ലത് നക്കുന്ന ആ പെണ്ണ് വേണ്ട ചെല്ലത്. ഇതെല്ലാം ഇസ്ലാം ഉഗ്രമായിട്ട് അതിൽ പിന്നെ എച്ചരിക്കത്തേണ്ടത് ഒരിക്കലും പാടില്ല. അത് അക്രമമായിട്ടൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം പിന്നെ പഠിച്ചു വെക്കേണ്ട കാര്യമായിട്ടൊക്കെ എല്ലാവർക്കും ഈ വിഷയത്തെ ഷെയറാക്കറും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ റബ്ബ് യാ അർഹമർ റഹീമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.